നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേ നിങ്ങൾക്ക് പറയാം ഞാനും അതിലൊരു കള്ളനായിരുന്നു എന്നുള്ളത്. കാരണം 8 വർഷത്തോളം ഞാൻ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു അക്കാഡമിക് അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും നല്ല രീതിയിൽ എനിക്ക് എക്സ്പീരിയൻസും ഉണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ഇനിയും നിങ്ങൾ പറ്റിക്കപ്പെടണ്ട. നിങ്ങളുടെ ഗ്രീഡിനെ യൂട്ടിലൈസ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ഈ ലോകത്തുണ്ട്. ട്രേഡിങ് ഒരു കോഴ്സ് എടുത്ത് പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് മാനേജർ വിളിച്ചിട്ട് എനിക്ക് ഇന്ന പൈസ ഉണ്ടാക്കാൻ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരാളും കാശ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യത്തില്ല. നിങ്ങളുടെ പോക്കറ്റിലുള്ള കാശ് അതെങ്ങനെ അവരുടെ പോക്കറ്റിലേക്ക് എത്തിക്കാം എന്നുള്ളത് മാത്രമേ ആൾക്കാർ ചിന്തിക്കുന്നുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് ബിസിനസ്. ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് ആക്ച്വൽ മണി ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് നല്ല ഫണ്ടമെൻ്റൽ നോളേജസ് വേണം. മാർക്കറ്റ് ആൻഡ് എക്കോണമിക് ഓവർവ്യൂ വേണം. അതേമാതിരി തന്നെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള സമയവും കാശും ഉണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്താൽ മതി. പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് എസ്പെഷ്യലി യങ് പീപ്പിൾ ട്രേഡിങ്ങിലേക്ക് വരണം എന്നാഗ്രഹിക്കുന്നത്. ഐ എം നോട്ട് ഡിസ്കറേജിങ് യു. ട്രേഡിംഗ് ഈസ് ഡെഫിനറ്റ്ലി എ ബ്യൂട്ടിഫുൾ പ്ലേസ്. പക്ഷേ നിങ്ങളാദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന മാതിരി ആൾക്കാർ പ്രോഫിറ്റ് ഷോ ഓഫ് ചെയ്യും, PNL ഷോ ഓഫ് ചെയ്യും. ഇതൊക്കെ നമുക്ക് റിഗ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലെഡ്ജർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാലഘട്ടമാണ്. ഇവിടെ ആൾക്കാരുടെ ഡീപ്പ് ഫേസ് വരെ ക്ലോൺ ചെയ്യാൻ പറ്റുന്നു. എന്നിട്ടാണോ ഈ ബാലൻസ് ഷീറ്റ്സും അതേമാതിരി തന്നെ PNL സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ക്ലോൺ ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത്? ഇറ്റ് ഈസിലി ക്യാൻ റീപ്ലിക്കേറ്റഡ്. അപ്പം അത് കണ്ടിട്ടൊന്നും നിങ്ങളിതിലേക്ക് വരണ്ട. നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അതേമാതിരി തന്നെ ട്രേഡിങ്ങിൻ്റെ അകത്ത് എത്രത്തോളം റിസ്ക് ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആദ്യം നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള കേപ്പബിലിറ്റി എന്താണ്? ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആകെ 5,000-10,000 രൂപ പോലും മേ ബി കഷ്ടപ്പെട്ട് സമ്പാദിച്ചെടുത്ത ആൾക്കാരൊക്കെ ട്രേഡിങ്ങിലേക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യും. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ആ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് 1 രൂപ ലോസ് വന്നാൽ തന്നെയും നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങളെ ബാക്ക്ലാഷ് ചെയ്യും. ആ ഒരു എക്സ്പീരിയൻസ് കടന്നു പോകാൻ, ആ ഒരു സ്റ്റേജ് മറികടന്ന് നിങ്ങൾക്ക് ട്രേഡിങ്ങിൻ്റെ അകത്ത് ഒരു ഇമോഷണൽലെസ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ആൾക്കാർ പറ്റിക്കുകയാണ്. മനുഷ്യന്മാരായത്തോടത്തോളം നിങ്ങൾക്ക് എന്തായാലും ഇമോഷൻസ് ഉണ്ടാവും. അത് 100% ഉറപ്പാണ്. അല്ലാതെ ഈ ട്രേഡിംഗ് സൈക്കോളജി കോഴ്സ് അല്ലെങ്കിൽ ട്രേഡിംഗ് സൈക്കോളജി മാങ്ങാത്തേങ്ങയൊക്കെ വെറുതെയാണ്. ട്രേഡിങ്ങിൽ കാശ് പോവാതെ എക്സ്പീരിയൻസ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും ഇതിൽ ഒരു സക്സസ്ഫുൾ ആകാൻ പറ്റില്ല. അത് നിങ്ങൾ ഈവൻ 10 വർഷം നിങ്ങൾ ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിലും ഇമോഷൻസ് ഉണ്ടാവും. അപ്പം അതിനെ നിങ്ങൾ ഓവർകം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കിട്ടുന്ന ഡാറ്റ, കിട്ടുന്ന ഇൻഫോർമേഷൻസ് റൈറ്റ് ആണോ എന്ന് ആദ്യം ഉറപ്പ് വരുത്തുക. അതിൻ്റെ ബേസിസിൽ ഒരു എന്താ പറയുക, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യുക. അല്ലാതെ ഒന്നും നിങ്ങൾക്ക് ഇതിൽ കാശുണ്ടാക്കാൻ പറ്റില്ല. പിന്നെ കൂടുതലും ട്രേഡിങ്ങിൽ പൈസ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ പുറകെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിൻ്റെ മുന്നിൽ നിന്ന് വെറുതെ എന്താ പറയുക, ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ഒരു എന്താ പറയുക സ്റ്റോക്കിൻ്റെ പേര്, അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ യു ഷുഡ് നോട്ട് ബൈ എ സ്റ്റോക്ക് വെൻ യുവർ ക്യാബ് ഡ്രൈവർ ടെൽസ് യു. പല ആൾക്കാരും ഒരു സ്റ്റോക്കിനെ പറ്റി ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾറെഡി ടു ലേറ്റ്. നിങ്ങളതിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടൊരു കാര്യമില്ല. പല ആൾക്കാരും ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ അത് വാല്യുബിളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മേക്ക് ഷുവർ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡേഞ്ചറസ് സ്കിൽ ബട്ട് ഹൈലി പ്രോഫിറ്റബിൾ വൺസ് മാസ്റ്റേഡ്, ആൻഡ് ദാറ്റ് ടേക്സ് ടൈം ആൻഡ് എക്സ്പീരിയൻസ്. അപ്പം അതിന് തയ്യാറാണെങ്കിൽ മാത്രം യു ജസ്റ്റ് സ്റ്റാർട്ട് സ്റ്റെപ്പിംഗ് ഇൻ ടു ദിസ്, ബിക്കോസ് ദിസ് ഈസ് എ റാബിറ്റ് ഹോൾ. വൺസ് നിങ്ങൾ ഈ റാബിറ്റ് ഹോളിൻ്റെ അകത്തേക്ക് ചാടുവാണെങ്കിൽ ഇതിന്ന് രക്ഷപ്പെടാൻ ഭയങ്കര പാടാണ്. ബിക്കോസ് ദിസ് സ്കിൽ ഈസ് വെരി വെരി അഡിക്റ്റീവ്. സോ യു ഹാവ് ബീൻ വാണ്ട്. താങ്ക് യു.